നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ, കോട്ടയം. ഇത് ഒരു പുതിയ മൃദംഗം, ഫസ്റ്റ് ക്വാളിറ്റി മൃദംഗം, പ്ലാവിൻ്റെ കട്ട ചെയ്തിരുന്നതാണ്. ഒട്ടും വെള്ളമില്ലാത്തൊരു ഫുൾ കാതിൽ കട്ടയാണത്. 24 ഇഞ്ച് ഹൈറ്റും 6.25 7.25 ഇഞ്ച് പണ്ടി വണ്ണം 37 ഇഞ്ച് വണ്ണമുണ്ട്. നട്ട് ബോൾട്ടാണ്. പക്ഷേ ഇത് ബോൾട്ട് ചെയ്തേക്കുന്നത് ഡയറക്റ്റ് കൊടുത്തേക്കല്ല, മൂട്ടയിൽ ഇങ്ങനെ റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തേക്കാണ് ബോൾട്ടാണ്. ഇതെല്ലാവരും ചെയ്യുന്നൊരു മോഡലാണ് കേട്ടോ. ഞാൻ തന്നെയല്ല, കേരളത്തിൽ അത് ഒരുപാട് പേര് ചെയ്യുന്ന രീതിയാണ്. പിന്നെ മൂട്ട് എൻ്റേതായിട്ട് ഒരു തനതായ ശൈലിയാണ്. ഞാൻ പിന്നി കെട്ടിയ മുദ്രയാണ്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ശൈലിയാണ്. ഞാനത് മിക്കവാറും എല്ലാ മൂട്ടിലും ചെയ്യുന്നതാണ്. അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ലെഫ്റ്റ് മൂട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ മൃദംഗത്തിൻ്റെ ഓർഡർ നടക്കുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീഹരിയാണ്, തൃശ്ശൂരുള്ള. ശ്രീഹരി നല്ലൊരു ഉഗ്രൻ മൃദംഗം ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഹരിക്ക് വേണ്ടിയാണ് ഈ മൃദംഗം ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും അത് ടോണത് കേട്ട് നോക്കാം. 1.5 ഇപ്പോൾ ഉള്ളത്. വളരെ സോഫ്റ്റ് മൂട്ടാണ്. അധികം സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് വായിച്ചാൽ കേൾക്കും. ഞാനിപ്പോൾ കുറച്ച് വെയിറ്റിലാണ് ഇങ്ങനെ ചാപ്പിട്ടത്. നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ പയ്യെ വായിച്ചാൽ മതി. പിന്നെ കട്ടയാണെങ്കിലും ഭയങ്കര വെയിറ്റൊന്നുമില്ല, ആവറേജ് കനമുള്ളൂ. കൊണ്ടുപോകാനൊക്കെ എളുപ്പമുണ്ട്. ഈ വെയിറ്റുള്ള കട്ട കെട്ടിയാലേ നാദം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ചില ധാരണ ചിലർക്കുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു തബല മൃദംഗം മേഖലാണ്. ഇപ്പം 10-25 വർഷമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് മൂട്ടിലാണ് ക്വാളിറ്റി എപ്പോഴുള്ളത്. നല്ലപോലെ മൂട്ട് ചെയ്ത് കേൾപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കട്ട ഇച്ചിരി മോശമാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് പറഞ്ഞാൽ കട്ട മോശമാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. നല്ല കട്ട തന്നെ വേണം. പക്ഷേ അധികം വെയിറ്റിൻ്റെ കാര്യമില്ല. ഈ വെയിറ്റിലും നമുക്ക് നല്ല ടോണിൽ കേൾപ്പിക്കാൻ പറ്റും. തോലിൻ്റെ സെലക്ഷനും എച്ചിത്തക്കില്ലാതെ മൂട്ടടിക്കുക എന്നുള്ളതും പിന്നെ നല്ല ഭംഗിയായിട്ട് ചോറിടുക, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്തെടുക്കാമെങ്കിൽ കൃത്യമായിട്ട് നാദം കെട്ടിരിക്കും. നല്ല ശുദ്ധമായിട്ടുള്ള നാദം കിട്ടും. പിന്നെ അടുത്തൊരു ബേസ് തബലയുണ്ട്. ഇതും തൃശ്ശൂരുള്ള ദീപക്കിൻ്റെയാണ്. ഹരിയുടെ സുഹൃത്താണ് ദീപക്കിന് വേണ്ടി ചെയ്ത ഒരു ബേസ് തബല. ഇതും പ്ലാവിന് കട്ടയാണ്. ജസ്റ്റ് ഒരു പോളിഷ് ചെയ്തതെന്നുള്ളൂ. ഇത് ദീപക് കൊണ്ട് എനിക്ക് അയച്ചു തന്നാൽ കെട്ടാൻ വേണ്ടി. ഞാനൊന്നുകൂടെ ലൈറ്റിലൊക്കെ കൊടുത്തത് ഒന്ന് എൻ്റെ വക്കെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഡി ഷാർപ്പിനൊക്കെ ചെയ്തിരുന്ന മൂട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വാദ്യത്തിന്, ഫസ്റ്റ് ക്വാളിറ്റി വുഡിലുള്ള വാദ്യത്തിന് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി വാദ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പഠിക്കുന്നൊരു ക്വാളിറ്റിയോട് ഞാൻ ചെയ്തില്ല. എൻ്റെ അടുത്ത് മൃദംഗാണെങ്കിലും തബലയാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. വെള്ളമുള്ള കട്ട ഞാൻ ഒരു കാരണവശാലും ചെയ്തില്ല. ഫുൾ കാതിൽ ഈ കട്ടയ്ക്ക് തന്നെ നമുക്ക് ഗ്യാരണ്ടി. ഞങ്ങളിപ്പോൾ ഒരു 10 വർഷം ഉപയോഗിച്ചാലും ഈ കട്ടയ്ക്ക് ഒരു കേട് ഉണ്ടാകത്തില്ല. സപ്പോസ് ഇനി അതിന് മുമ്പോട്ട് തന്നെ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ ഡാമേജ് കൊണ്ട് തിരിച്ചു തന്നെ അത് മാറിത്തരും. അത്ര ഉറപ്പുണ്ട്. അതുപോലത്തെ വുഡെടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നല്ല ക്വാളിറ്റിയുള്ള വാദ്യത്തിന് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ 9747784977. ഞാൻ കോട്ടയത്ത് ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ നല്ല വാദ്യത്തിന് എന്നെ തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ വർക്ക് എനിക്ക് തന്നെ സ്വീകരിക്കും. അവിടെ ദീപക്കിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.